നമ്മുടെ മുഖം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കൈകളിലെയും കാലുകളിലെയും ചുളിവുകൾ ഉണ്ടാകുന്നതും ഡ്രൈനെസ് ഉണ്ടാകുന്നതും ഒരു കരിവാളിപ്പൊക്കെ ഉണ്ടാകുന്നു അല്ലേ. അപ്പോൾ കരിവാളിപ്പൊന്നും ഇല്ലാതെ നമ്മുടെ കൈയും കാലും മുഖവും ഒക്കെ നല്ലതായിട്ടിരിക്കാൻ സഹായിക്കുന്ന കുറച്ച് മസാജും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മസാജ് ചെയ്യുന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ മുഖം പോലെ തന്നെ നമ്മുടെ മുഖം എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ മസാജും ഫേസ് യോഗകളും ഫേസ് പാക്കുകളും ഒക്കെ ചെയ്യാറുണ്ടല്ലേ. നമ്മൾ ഓരോ കാര്യവും മാറി മാറി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. എപ്പോഴും നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ടും അതുപോലെ തന്നെ പാടുകളും കലകളും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഇരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഈ ഒരു കാര്യങ്ങൾ മാറി മാറി ചെയ്തോളൂ, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലെണ്ണ കൊണ്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ തന്നെയാണ് നല്ലെണ്ണ. മെയിനായിട്ട് നമ്മൾ അച്ചാറൊക്കെ ഇടാനായിട്ടാണ് കൂടുതലും നല്ലെണ്ണ എടുക്കാറില്ലേ. നല്ലെണ്ണ നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ്. പ്രത്യേകം പറഞ്ഞാൽ വന്ന കാര്യം, കുരുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നവർക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് നല്ലെണ്ണ. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാർക്ക് കുരുക്കൾ ഉണ്ടാകുന്നല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് നല്ലെണ്ണ. നല്ലെണ്ണ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല, കുരുക്കളൊന്നും ഉണ്ടാകത്തില്ല. അടിപൊളി റിസൾട്ടാണ് നല്ലെണ്ണയ്ക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു മസാജിങ്ങും ഇല്ല, അതായത് റിങ്കിൾസ് കുറയാനായിട്ടും കറുത്ത പാടുകളും കലകളും ഒക്കെ മാറി സ്കിന്നിൽ നല്ല ബ്രൈറ്റ് ആവാനായിട്ടും തയ്യാറാക്കുന്ന ഓയിലിൽ ഞാൻ ചേർക്കുന്നത് നല്ലെണ്ണ തന്നെയാണ്. നല്ലെണ്ണയാകുമ്പം ഓൾ ടൈപ്പ് സ്കിന്നിന് നല്ലതായതുകൊണ്ട് തന്നെ നല്ലെണ്ണ ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. നല്ല റിസൾട്ടാണ്. ഒരുപാട് പേര് മേടിച്ചിട്ട് നല്ല റിസൾട്ട് പറയുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ തേക്കാൻ, നിറം കുറഞ്ഞവർക്കൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫെയർനെസ് ഓയിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് ഇപ്പം ആ ഒരു ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലെണ്ണ എടുക്കുക. ഞാനിപ്പോൾ എടുക്കുന്നത് എൻ്റെ പ്രിപ്പയർ ചെയ്തെടുത്ത എൻ്റെ ഈ ഒരു ഫെയർനെസ് ഓയിലാണ് ഞാനിപ്പം എടുത്ത് കാണിക്കുന്നത്. എന്നും ഡെയിലി മുഖത്ത് അപ്ലൈ ചെയ്യുന്നതാണ്. എനിക്കതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. നല്ല തിളക്കവും അതുപോലെ തന്നെ പാടുകളും കലകളും എല്ലാം. നിങ്ങൾക്കറിയാം, നേരത്തെ കുറേ പിമ്പിൾസ് വന്ന, ആ സൈഡിലായിട്ട് പിമ്പിൾസൊക്കെ വന്ന കുറേ മാർക്സൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഓയിൽ തേക്കുന്നതിലൂടെ. കാരണം ഇതിൽ വെളിച്ചെണ്ണ പോലല്ല, നല്ലെണ്ണ ഒരിക്കലും കുരുക്കൾ കൂടത്തില്ല, കുരുക്കൾ കുറഞ്ഞു വരുത്തതേ ഉള്ളൂ. അതുപോലെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കി വെക്കാനായിട്ടും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ നല്ലതാണ്. നമ്മുടെ ദേഹം നല്ല പുരട്ടി കുളിക്കാവുന്നതാണ് നല്ലെണ്ണ ഉപയോഗിച്ച്. അപ്പം മുഖത്തിന് നല്ല തിളക്കവും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്നും ഡെയിലി ചെയ്യുന്നുണ്ട്, മസാജ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പായ്ക്കളും ഒക്കെ ഞാൻ ഇട്ട് പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് മുഖത്തിന് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ, റിങ്കിൾസ് ഒന്നും ഇല്ലാതെ തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പം ഈ ഒരു 52 വയസ്സായിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ നല്ല റിസൾട്ട് കിട്ടുന്ന ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമുക്ക് ഈ ഒരു ഓയിൽ വെച്ചിട്ട്, ഞാൻ എൻ്റെ ഈ ഒരു ഫെയർനെസ് ഓയിൽ വെച്ചിട്ടാണ് ഞാൻ മസാജ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ നല്ലെണ്ണ എടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നല്ലെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ എടുക്കാം. നല്ലെണ്ണയ്ക്ക് വലിയ വിലയൊന്നും ഇല്ല, കുറച്ച് മേടിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒലിവ് ഓയിലിനൊക്കെ നല്ല വിലയാണ്. അപ്പം ഞാൻ എൻ്റെ ഓയിലെടുത്ത് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിന് പകരം നല്ലെണ്ണ എടുത്ത് അപ്ലൈ ചെയ്യുക. നല്ലെണ്ണയാണ് ഞാൻ പറയുന്നത് എന്ന ഒരു ഹോം റെമഡിയിൽ. അപ്പം നല്ലെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ മുഖത്ത് നല്ലതായിട്ട് നമ്മുടെ ഓയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു മസാജ് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റാണ്. പഴയ ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നവർക്കറിയാം, പക്ഷേ ഇത് പുതിയ ആൾക്കാർക്ക് തന്നെ ഒന്നുകൂടെ പറഞ്ഞിരുന്നത്, നല്ല രീതിയിൽ തന്നെ കഴുത്തിൻ്റെ ചുളിവുകളും മുഖത്തിൻ്റെ ചുളിവുകളും ഒക്കെ മാറാനായിട്ട് സഹായിക്കുന്നതാണ് നല്ലെണ്ണ. അപ്പോൾ നമ്മൾ ഈ ഒരു എണ്ണ തേച്ചതിന് ശേഷം മേളിലോട്ട് മസാജ് കൊടുക്കുക. കഴുത്തിനെപ്പോഴും മേളിലോട്ട് മസാജ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. റിങ്കിൾസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓയിൽ തേച്ച് കഴിഞ്ഞിട്ടോ എന്തെങ്കിലും ഒരു കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മസാജ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ്. എപ്പോഴും പറയുന്ന ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, മസാജ് ചെയ്യുമ്പം ചുളിവുകൾ കൂടുന്നുണ്ടെന്ന്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മസാജ് ചെയ്യുമ്പം ഒരുപാട് പ്രഷർ കൊടുത്താണ് ഈ ഒരു മസാജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഒരുപാട് പ്രഷർ കൊടുക്കരുത്. നിങ്ങൾ സോഫ്റ്റായിട്ട് നോർമലായിട്ട് മാത്രം ചെയ്താൽ മതി. ഒരുപാട് പ്രഷർ കൊടുത്ത് ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് സാഗിങ് കൂടും. അതെല്ലാവരും ഓർക്കുക. ഞാനിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കും ഒത്തിരി പ്രഷർ കൊടുത്താൽ ചെയ്യുന്നത്. വളരെ സോഫ്റ്റായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാ വീഡിയോയിലും വ്യക്തമായിട്ട് തന്നെ പറയുന്നതാണ്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് തന്നെ കഴുത്തിന് നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. ഇനി നമുക്ക് മുഖത്തോട്ടെല്ലാം തേച്ചിട്ട് നല്ല രീതിയിൽ മുഖത്ത് നമുക്കൊരു മസാജ് കൊടുക്കാം. അതുമൂലം മുഖത്തിൻ്റെ തിളക്കം കൂടാനും റിങ്കിൾസ് കുറയാനും എല്ലാം സഹായിക്കുന്നു. അപ്പം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊരു മസാജ് കൊടുത്തു തുടങ്ങാം. കവിളിലും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആ ഒരു 2 കണ്ണിൻ്റെ സൈഡിലും. അപ്പോൾ ഈ ഒരു എണ്ണ തേക്കുമ്പം നല്ലൊരു തിളക്കമാണ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നത്. നിങ്ങൾ ഒരു തവണ തേച്ച് നോക്കിക്കോളൂ. നല്ലെണ്ണ തേച്ചെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ആ ഒരു ഓയിലിനകത്ത് കുറേ പച്ചമരുന്നുകൾ ചേർന്നതാണ്. വെമ്പാലപ്പെട്ട, നാഗപ്പൂവ്, ഇരുട്ടിമധുരം, അങ്ങനെ കുറേ സാധനങ്ങൾ ചേർന്ന ഒരു പച്ചമരുന്നുകളെല്ലാം ചേർത്തുള്ള എണ്ണയാണ്
തയ്യാറാക്കിയത്. അപ്പോൾ നല്ലെണ്ണ പ്ലെയിൻ നല്ലെണ്ണയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വരാം. അപ്പം നമുക്ക് ആ ഒരു ഫെയർനെസ് ഓയിൽ ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് ഓർഡർ ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം. ബാക്കി കാര്യങ്ങൾ അവിടെ പറയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ചെറിയൊരു മസാജ് കൊടുക്കാം. മസാജ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം കണ്ണിന് ചുറ്റിനുമുള്ള മോതിരവിരൽ വെച്ച് കണ്ണിന് ചുറ്റിനും ഒരു റൗണ്ട് മസാജ് നമുക്ക് കൊടുക്കാം. ഇതുമൂലം നമ്മുടെ കണ്ണിന് ചുറ്റിനുമുള്ള ചുളിവുകളും കണ്ണിൻ്റെ ആ താഴെയുള്ള ചുളിവും ഒക്കെ മാറി ആ കറുപ്പൊക്കെ മാറാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഓയിലെല്ലാം അബ്സോർവ് ആയി കഴിയുമ്പോൾ തന്നെ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു തിളക്കമാണ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നത്. ഇനി നമ്മുടെ ആ മൂക്കിന് 2 സൈഡിലും ഒരു പ്രഷർ പോയിൻ്റ് ഉണ്ട്. ആ പ്രഷർ പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇതുപോലൊരു മസാജ് കൊടുക്കാം. ഇതുമൂലം നമ്മുടെ ആ ഒരു മുഖത്തിന് ചുറ്റും അതായത് ചുണ്ടിന് ചുറ്റിനുമുള്ള റിങ്കിൾസ് കുറയാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. പിന്നെ ഇതുപോലെ ഒരു മസാജ് കൊടുക്കുക. ഇതെല്ലാം നമ്മളൊരു 5, 6, 10 തവണയൊക്കെ കൊടുക്കാം കേട്ടോ. നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് കൊടുക്കാം. പിന്നെ ഇങ്ങനൊരു റൗണ്ട് മസാജ് കൊടുക്കുക. ഇത് നമ്മുടെ ചുണ്ടിന് ചുറ്റിനുമുള്ള ആ ഒരു ചുളിവ് മാറി കിട്ടാനായിട്ടും കറുപ്പ് മാറി കിട്ടാനായിട്ടും ഒക്കെ സഹായിക്കുന്നു. പിന്നെ മുഖത്തിൻ്റെ ആ ഒരു ചുളിവ് മാറി മുഖം നല്ല ടൈറ്റായി കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു മസാജാണ് ഇപ്പോൾ കാണിക്കുന്നത്. ചുണ്ടിന് 2 സൈഡിലുമുള്ള ചുളിവുകൾ നല്ലതായിട്ട് മാറി കിട്ടാനായിട്ട് ഈ ഒരു മസാജ് ഒത്തിരി നല്ലതാണ്. ഇത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ മുഖം മാത്രമല്ല നമ്മുടെ കൈകളും കാലുകളും ഒക്കെ നല്ല രീതിയിൽ ഒരു ഡ്രൈനെസ് ഒന്നുമില്ലാതെ ചുളിവുകളൊന്നുമില്ലാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഇനിയിപ്പോൾ ഈ ഫേസ് മസാജ് കഴിഞ്ഞാൽ അവരുടെ കയ്യിലും കാലിലും ഒക്കെ കാണിക്കുന്നത്. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഒരു 1 മിനിറ്റോളം നമുക്കിങ്ങനെ കൊടുത്താൽ വളരെയധികം നല്ലതാണ്. ഒരുപാട് ചുളിവുകളൊക്കെ ഉള്ളവർ. ഇനി നമ്മുടെ ആ ഒരു ഡബിൾ ചിന്നൊക്കെ മാറാനായിട്ടും മുഖത്തിന് നല്ല ഷേപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു മസാജാണ്. ഇതൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വളരെ ലോലമായ തീരെ നേർത്ത സ്കിന്നുകളാണ് നമ്മുടെ ഈ ഫേസിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വലിച്ച് പിടിച്ച് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനൊരു മസാജ് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഡബിൾ ചിന്ന് മാറാനായിട്ടും ഇരട്ടത്താടി കുറയാനായിട്ടും ഒക്കെ സഹായിക്കുന്ന മസാജാണ്. ഇതൊക്കെ ഡെയിലി ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം തന്നെ കിട്ടും കേട്ടോ. പക്ഷേ ഡെയിലി ചെയ്യണം. ഒരുപാട് വന്ന് ഇരട്ടത്താടിയൊക്കെ ഒരുപാടുള്ളവരൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്താലേ മാറത്തുള്ളൂ. ചെറിയ ചെറിയ രീതിയിലുള്ള ഡബിൾ ചിന്നുകളും ഒരു ഫേസിൻ്റെ ആ താഴോട്ടുള്ള സാഗിങ്ങും കാര്യങ്ങളും ഒക്കെ മാറാനായിട്ട് നമ്മൾ ഇതുപോലെ ഡെയിലി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. എനിക്ക് ചെറിയൊരു അവിടെ ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. അത് കൂടാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നവരാണല്ലോ നമ്മുടെ ഫേസിന് പെട്ടെന്ന് തന്നെ നമുക്ക് വ്യത്യാസം വരും. ഇനി നമുക്ക് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാം. ഇത് നമ്മുടെ ആ ഒരു ചുണ്ടിന് ചുറ്റിനുമുള്ള ചുളിവ് കുറയാനായിട്ടും കവിള് നന്നായിട്ട് വരാനായിട്ടും അതായത് നല്ല രീതിയിൽ കവിളെടുത്ത് നിൽക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മസാജാണ് ഈ ഒരു മസാജ്. അതായത് നമ്മൾ കൈ ചുരുട്ടി പിടിച്ച് ചെയ്യുന്ന മസാജാണ്. ഇത് നമുക്ക് ഒരു മിനിറ്റ് നേരം കൊടുക്കാം. നമ്മളിത് ചെയ്യും തോറും നമ്മുടെ ഫേസിൻ്റെ തിളക്കം കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇത് ചെയ്തത് കൊണ്ട് നമുക്ക് യാതൊരു കുരുക്കളോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ നല്ലെണ്ണയാണ് ഇതിനകത്തേക്ക് യൂസ് ചെയ്തേക്കുന്നത്. പ്ലെയിൻ നല്ലെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിനകത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഫേസിലും കയ്യിലും ഒക്കെ കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും മഞ്ഞൾപ്പൊടി നല്ലൊരു തിളക്കവും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടാനായിട്ടും പാടുകളും കലകളും ഒക്കെ കുറയ്ക്കാനായിട്ട് മഞ്ഞൾപ്പൊടി നല്ലതാണ്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പ്ലെയിൻ നല്ലെണ്ണയ്ക്കകത്ത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നമുക്ക് മുഖത്തിന് നല്ലവണ്ണം നമ്മൾ മസാജും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മസാജ് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിനും ചെയ്ത ഭാഗമെല്ലാം നല്ല രീതിയിലൊന്ന് തിളക്കം വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ എല്ലാവർക്കും ഒരു പ്രശ്നമാണല്ലോ കയ്യിൽ ഡിസ്കളറേഷൻ. അതായത് കൈ മുട്ടിന് താഴോട്ട് ഡാർക്ക് അടിച്ചിരിക്കും. അതുപോലെ തന്നെ കൈ ഡ്രൈനെസ് ആയിട്ടിരിക്കും. ചിലവരുടെ കയ്യിൽ പത്തിയിലൊക്കെ ചുളിവുകളുണ്ടാവും. അതിനെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊരു മസാജ് കൊടുക്കാം. കയ്യിലെ മസാജൊക്കെ ഞാൻ ഒത്തിരി കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന പോലെ സിമ്പിളായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് ഒരു മസാജ് എപ്പോഴും കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ആ കൊടുക്കുന്ന ആ സ്ഥലത്ത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും ആ ഭാഗം നല്ല തിളക്കത്തോടുകൂടി ഇരിക്കാനായിട്ടും സഹായിക്കുന്നത്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. മുഖം മാത്രമല്ല നമുക്ക് കൈയും കാലും ഒക്കെ നല്ല രീതിയിൽ ചുളിവൊന്നും ഇല്ലാതിരുന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു യങ് ഫീലിംഗ് കിട്ടത്തുള്ളൂ. അതായത് യുവത്വം നിലനിർത്താൻ സഹായിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ കൈമുട്ടുകളിൽ ചിലർക്ക് കൈമുട്ടുള്ളത് എനിക്ക് ചിലപ്പോൾ ചില സമയത്ത് ചെറിയ കറുപ്പൊക്കെ കൈമുട്ടിലൊക്കെ വരാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ടിലൊക്കെ കറുപ്പ് വരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഭാഗത്തൊക്കെ പെട്ടെന്ന് കറുപ്പ് വരും. അതൊക്കെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കുന്നത്
ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. നല്ലപോലെ നമുക്ക് തന്നെ മസാജ് ചെയ്യാവുന്നതേ ഉള്ളൂ. കയ്യിലും കാലിലും മുഖത്തും ഒക്കെ നമുക്ക് മസാജ് ചെയ്യാം. ഇതുമൂലം നമുക്ക് നല്ലൊരു ചേഞ്ചസ് ആയിരിക്കും വരുന്നത്. കയ്യിലൊക്കെ സ്ഥിരമായിട്ട് ഈ കറുപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളവർ സ്ഥിരമായിട്ട് കയ്യിലൊക്കെ ഇതുപോലെ എണ്ണ തേച്ച് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കും. ഇത് നമ്മുടെ കാലിൻ്റെ പാദമൊക്കെ ചിലർക്ക് വിണ്ട് കീറുകയും അതുപോലെ തന്നെ ഡിസ്കളറേഷനും, ചെരിപ്പിടുന്ന ഭാഗത്ത് വേറൊരു കളറ്, ഉപ്പൂറ്റിക്ക് വേറൊരു കളറ്, അതുപോലെ തന്നെ കരിവാളിപ്പ്, മുരിച്ചു പോലിരിക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കാല് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് തന്നെ നമ്മുടെ മുഖം പോലെ തന്നെ കാലും കൈയും ഒക്കെ ഇരിക്കും കേട്ടോ. എപ്പോഴും നമ്മുടെ കാല് വൃത്തിയാക്കി വെക്കാൻ ശ്രമിക്കുക, കാലുകളും കൈകളും ഒക്കെ. എന്നാൽ ചിലവർ മുഖം മാത്രം വൃത്തിയായിട്ട് വെക്കും, പക്ഷേ കാലൊന്നും അത്ര ശ്രദ്ധിക്കത്തില്ല. കാലിലെ നഖത്തിലെ എപ്പോഴും ഒരു ഉപ്പുവെള്ളവും ഷാമ്പുവും ഒക്കെ ഉപയോഗിച്ച് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ബ്രഷ് വെച്ച് കാലിൻ്റെ നഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക. അപ്പം നമ്മുടെ നഖമൊക്കെ വെളുക്കാൻ തുടങ്ങും. ചെളി പിടിപ്പിക്കാതിരിക്കുക. ഉപ്പൂറ്റി വൃത്തിയാക്കിയില്ലെങ്കിൽ വിണ്ടീറിൽ വന്നിട്ട് അതൊരു വേറൊരു പ്രശ്നത്തിലോട്ടാക്കി മാറും. അതൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓയിൽ വെച്ച് ചെയ്യുന്ന മസാജ് ഒത്തിരി നല്ലതാണ്. അപ്പം നല്ലെണ്ണ ഉപയോഗിച്ച് ഞാൻ എൻ്റെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾ നല്ലെണ്ണ തന്നെ എടുത്ത് ഉപയോഗിക്കുക ഇല്ലാത്തവർ. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മസാജ് കൊടുക്കുക. നമ്മുടെ ഈ ഒരു എണ്ണ നല്ല രീതിയിൽ ബ്രൈറ്റ്നെസ് കിട്ടാൻ സഹായിക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ. അപ്പം മേടിച്ചവർക്കൊക്കെ നല്ല റിസൾട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പം ഇനി നിങ്ങൾക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്ത് കളയാം. ലൈറ്റായിട്ട് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ബേബി സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്ത്. ഞാനിപ്പം ബേബി സോപ്പാണ് ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം ഫേസ് വാഷ് ഇല്ലെങ്കിൽ പിള്ളേർക്ക് ഉപയോഗിക്കുന്ന ബേബി സോപ്പാണല്ലോ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുക. കുറച്ച് എണ്ണമയം നമ്മുടെ മുഖത്തും കൈകളിലും നമ്മൾ എവിടെയാണ് തേക്കുന്ന ആ ഭാഗത്ത് ഇരിക്കുകയും വേണം. എന്നിട്ട് നിങ്ങളുടെ മുഖം ഒന്ന് നോക്കിക്കോളൂ. നല്ല രീതിയിലുള്ളൊരു തിളക്കമായിരിക്കും നിങ്ങളുടെ മുഖത്തിന് കിട്ടുന്നത്. ഇത് നമ്മൾ പതിവായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ പാടുകളും കലകളും ഒക്കെ മാറി, മുഖത്തെ ചുളിവുകളൊക്കെ മാറി, മുഖവും കൈകാലുകളും ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. നല്ല സോഫ്റ്റായിട്ട് ചുളിവുകളൊന്നും ഇല്ലാതെ ഇരിക്കും. ഏതൊരു കാര്യവും നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. അതെല്ലാവരും ഓർക്കുക. ചെയ്തപ്പോൾ തന്നെ മുഖത്ത് നല്ല സോഫ്റ്റ് ആൻഡ് പ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ലൊരു തുടിപ്പും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോവുക. ഡ്രൈ സ്കിന്നുകാരെ എല്ലാ ദിവസവും ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. അവരുടെ ഡ്രൈ സ്കിന്നിലെല്ലാം നന്നായിട്ട് മാറി നല്ലൊരു സ്കിൻ അവർക്ക് കിട്ടുന്നതായിരിക്കും. 100% ഉറപ്പാണ്. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഇത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എടുത്ത് നമ്മുടെ ചുണ്ടിൽ പുരട്ടിയിട്ട് രാത്രിയിൽ കയറി കിടക്കുക. എന്നിട്ട് രാവിലെ ആകുമ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ നല്ല ആ ഒരു ഡ്രൈനെസ് ഉള്ള ചുണ്ടൊക്കെ ആണെങ്കിൽ സോഫ്റ്റായിട്ട് കിട്ടും. ഡിസ്കളറേഷനൊക്കെ മാറി കിട്ടും. നെയ്യ് ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മുടെ നല്ലെണ്ണയും നല്ലതാണ് കേട്ടോ തേച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റുട്ടീനായിട്ട് ഓരോ കാര്യവും ഇതിനിടയ്ക്ക് നമുക്ക് പായ്ക്കിട്ട് പോകാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.